السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നമ്മുടെ ഖത്തുന്നസിന്റെ ക്ലാസ് ഐനിനോട് ബാ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഐന് നമ്മളൊക്കെ ഇടുന്ന രൂപങ്ങളുണ്ടാകും. അതിൽ നിന്നൊക്കെ ഇത് വ്യത്യസ്തമാണോ എന്ന് നിങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ പഴയകാല എഴുതി പോയവരാകും. എങ്ങനെയാണ് ബായിനോട് ഐന് ചേർത്തിരുമ്പോൾ എഴുതുക എന്നാണ് ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നത്. ബോർഡിൽ അല്പം ഉദാഹരണം എഴുതിയിട്ടുണ്ട്. അതിന് ബായിനോട് ഐന് ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഐനിനെ എഴുതേണ്ടത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഐന് എഴുതുമ്പോൾ ബാ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ബായിൻ്റെ അവസാന ഭാഗം ഒന്ന് വളച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചെഴുതുന്ന ഒരു രൂപമാണ് ഉള്ളത്. അത് ഐന് നമ്മൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, നീട്ടി എഴുതുമ്പോൾ ഇങ്ങനെയും എഴുതാറുണ്ട്. സെൻറ്ററിലും അതുപോലെ തന്നെ അവസാന ഭാഗത്തൊക്കെ കൂട്ടി എഴുതുമ്പോൾ എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്. ഈ രണ്ട് രൂപങ്ങൾ നടുവിലാണെങ്കിലും എഴുതുമ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഫായിന്റെ രൂപത്തിൽ വട്ടമായി പോകരുത്. ഇങ്ങനെ ഒരു വട്ടം ആകാൻ പാടില്ല, വൃത്തമാകാൻ പാടില്ല. ചെറിയൊരു വളഞ്ഞുകൊണ്ട് തിരിഞ്ഞു വരുന്ന രൂപത്തിലായിരിക്കണം ഐന് എഴുതേണ്ടത്. ഈ രൂപത്തിലാണ് ഐന് എഴുതി നമ്മൾ ബായിനോട് ചേർത്ത് എഴുതേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇത്